ഈശംശയ്യട്ടെ. നിങ്ങളെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 2 ഗ്രൂപ്പ് പെൺകുട്ടികളാവാം. 2 ഗ്രൂപ്പ് വട്ടത്തിലിരുന്നോ. അവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഒരു ഗ്രൂപ്പ്. കസേരയെടുത്ത് വട്ടത്തിലിരുന്നോ. ആൺകുട്ടികളും 2 ഗ്രൂപ്പായിക്കോ, വട്ടത്തിലിരുന്നോ. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല സംശയങ്ങളുണ്ടായിരിക്കും. സഭയെക്കുറിച്ച്, കർത്താവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ദൈവവിശ്വാസത്തെക്കുറിച്ച്, അതല്ലെങ്കിൽ സഭയുടെ ഓരോ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഇല്ലേ സംശയങ്ങളുണ്ടാ. നിങ്ങൾക്ക് ഏറ്റവും ചോദിക്കാൻ പേടിയായിരിക്കും. അത് കാരണം ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഓരോ പേപ്പർ തരാം. ഈ പേപ്പറിൽ നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ എഴുതാൻ. എല്ലാം എഴുതിയതിന് ശേഷം നിങ്ങൾ ഒരു കൂട്ടത്തിൽ ഒരാൾ ബാക്കിയുള്ളവരൊക്കെ സംശയങ്ങൾ എഴുതാം. ഏറ്റവും നല്ല സംശയത്തിന് നല്ല സമ്മാനമൊക്കെ ഉണ്ട്. അങ്ങനെ സംശയങ്ങൾ ഇഷ്ടമുള്ളത് ചോദിക്കാം. സഭാപരമായ വിശ്വാസ സംബന്ധമായ സംശയങ്ങൾ ചോദിക്കാം. അതെല്ലാം എഴുതിയതിനു ശേഷം നിങ്ങൾ അതൊന്ന് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഏറ്റവും മികച്ച 5 എണ്ണം നിങ്ങൾ 1, 2, 3 ടിക്ക് വട്ടം വരയ്ക്കുക. 1, 2, 3 വരെ. അപ്പോൾ അത് ആദ്യത്തെ ഓരോ ഗ്രൂപ്പിൻ്റെ ഒന്നാമത്തെ ആദ്യം ഞാൻ ഉത്തരം പറഞ്ഞുതരാം. പിന്നെ രണ്ടാമത്തെ പറയാം, പിന്നെ മൂന്നാമത്തെ പറയാം. ഓക്കെ, ഉത്തരം പറഞ്ഞുതരും. റെഡി അല്ലേ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങളിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, അത് രണ്ടാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ്, നാലാമത്തെ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് കുരിശുമരണം. അതല്ലേ നിങ്ങളുടെ ചോദ്യം? കുരിശുമരണം ഈശോയ്ക്ക് മാത്രം എന്തുകൊണ്ട് പബ്ലിസിറ്റി ചെയ്യുന്നതാണ്? പറയും ചോദ്യം കറക്റ്റ്. നിങ്ങളെപ്പോലെ തന്നെയാ, ക്ലൂ ഉള്ളൂ. മനസ്സിലായില്ലേ? പറഞ്ഞു. അതെ, അന്ന് കാലത്തുള്ള ശിക്ഷയായിരുന്നു കുരിശുമരണം. ഓക്കെ, എല്ലാവർക്കും ഉണ്ട് വിടാനും കുരിശും മരിക്കുന്നതൊക്കെ ഉണ്ട്. കുറേ പേര് മരിച്ചിട്ടുണ്ട്. കുരിശിൽ മരിച്ചു എന്നതിലല്ല പബ്ലിസിറ്റി, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നതിലാണ് പബ്ലിസിറ്റി. ക്ലിയർ ആയോ? അതൊരാളുള്ളൂ. കുരിശിൽ മരിച്ചു, കുറേ പേര് മരിച്ചു അല്ലേ? യേശുവിന് മുമ്പ് കുരിശിൽ മരിച്ച ഒരാളുണ്ട്, BC 68 സ്പാർട്ടക്കസ്. കേട്ടിട്ടുണ്ടോ അതിനെ പറ്റിയ ആളിനെ? ഭയങ്കര വീരനായ ഒരു മനുഷ്യനാണ്. അവന് വേണ്ടി എല്ലാവരും മരിച്ചു. അതാ കാര്യം. സ്പാർട്ടക്കസ് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരും പറയും ഞാനാണ് സ്പാർട്ടക്കസ്. അടിമകൾ റോമാക്കാർ പിടിച്ച ആൾക്കാരാ. അപ്പോൾ അവനെ പിടിച്ച് കുരിശും മറിക്കുമ്പോൾ മറ്റൊരുത്തും പറയും അവനല്ല, ഞാനാ സ്പാർട്ടക്കസ്. എന്നിട്ട് എല്ലാവരും കുരിശും മറിക്കേണ്ടി വന്നു. ഒരാൾക്ക് വേണ്ടി എല്ലാവരും കുരിശും മറിക്കേണ്ടി വന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? യേശുവിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് യേശുവിന് കുരിശും മറിക്കുക ചെയ്തത്. ഹല്ലേലൂയ. കുരിശുമ നടത്തുന്നതല്ല പ്രശ്നം. അവൻ 3-ാം ദിവസം മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ അവന്റെ കുരിശു മരണം എന്താണെന്നുള്ള അന്വേഷണമാണ്. മനസ്സിലായോ? ഹല്ലേലൂയ. പോയി മനസ്സിലായോ? ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ഗ്രൂപ്പ്, നിങ്ങളെ ഗ്രൂപ്പിലത്തെ ചോദ്യം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒറ്റ ദൈവമാണോ? അല്ലേ? അതല്ലേ നിങ്ങളുടെ രണ്ടാമത്തെ ഗ്രൂപ്പ്? കറക്റ്റ് അല്ലേ ചോദ്യം? പിതാവ് ദൈവമാണ്, പൂർണ്ണ ദൈവമാണ് പിതാവ്. പുത്രൻ ദൈവമാണ്, പൂർണ്ണ ദൈവമാണ് പുത്രൻ. ഇവിടെ ശ്രദ്ധിക്കും, നിങ്ങളുടെ ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് നോക്കാം. ഇനി ക്ലാസ്സില്ല, ഇനി ക്ലാസ്സാണ്, ഇനി ചോദ്യങ്ങളില്ല, അങ്ങോട്ടും ചോദ്യങ്ങളില്ല. പുത്രൻ ദൈവമാണ്, പരിശുദ്ധാത്മാവ് പൂർണ്ണ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദൈവമോ? പൂർണ്ണ ദൈവം പിതാവ് 1, പൂർണ്ണ ദൈവം പുത്രൻ 1, പൂർണ്ണ ദൈവം പരിശുദ്ധാത്മാവ് 1. ആകെത്ര ദൈവമുണ്ട്? കണക്കൂട്ടാറിലൂടെ എത്ര ദൈവമുണ്ട്? പറയേ. പ്രൈസ് ഒരു ദൈവമുള്ളൂ. അങ്ങനെ കുഞ്ഞിന് പഠിപ്പിച്ചു അല്ലേ? എന്താണ് ഈ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്നത്? കണക്കൂട്ടാൻ അറിഞ്ഞൂടാ. 1 + 1 + 1 = 1 എന്നാണ് ക്രിസ്ത്യാനികൾ പറയണത്. ബാക്കി എല്ലാവരും പറയണത് 3 ആണെന്ന്. ശരിയല്ലേ? ഇതാണ് ഈ വിഷയം. ശരിയല്ലേ വിഷയം? പോയിന്റ് മനസ്സിലാക്കിക്കോളൂ. എൻ്റെ പേര് ജിൻഡോ. എനിക്കിപ്പോ എത്ര ശരീരമുണ്ട്? ഒറ്റ ശരീരം. ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കണം അല്ലേ? എനിക്ക് ആഗ്രഹം ഈ സമയം തന്നെ ഇപ്പൊ വീട്ടിൽ നിന്ന് ഫോൺ വന്നു, എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ പറഞ്ഞിട്ട് ഞാൻ പോവാണ്. ഇവിടെ ശ്രദ്ധിക്കും മക്കളെ, ഇവിടെ ശ്രദ്ധിക്കേ. ഓക്കെ, ഞാൻ എനിക്ക് വീട്ടിൽ പോകണം. ഒരേ സമയം എനിക്ക് ഇവിടെ നിന്നിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുമോ? ഇല്ല. കാരണം ഞാൻ മനുഷ്യനാണ്, എനിക്കൊരു ശരീരമുള്ളൂ. ഞാൻ ദൈവമാണെങ്കിൽ എനിക്ക് പറ്റുമോ? പറ്റുമോ? എങ്ങനെ പറ്റും? ദൈവമായതുകൊണ്ട് പറ്റും. അത് എങ്ങനെ പറ്റുമെന്നുകൊണ്ട് മനസ്സിലാക്കണം. ഞാനിവിടെ നിൽക്കണം കേട്ടാ. അപ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വേറൊരു ശരീരം പുറത്തേക്ക് ഇറങ്ങി, രണ്ടാമത്തെ ശരീരം.
എന്നിട്ട് വീട്ടിൽ പോയി. ആ പോയാൾ ഞാൻ തന്നെയല്ലേ? ആ പോയാൾ ഞാൻ തന്നെയല്ലേ? ആണോ? എന്താ ഡിസ്റ്റർബൻസ്? കൗൺസിലിംഗ്? ഓക്കെ, പ്രൈസ് ദി ലോർഡ്. മനസ്സിലായി ഞാൻ പറഞ്ഞത്? എനിക്ക് രണ്ട് ശരീരമുണ്ടെങ്കിൽ എനിക്കിപ്പോ ഒരു ശരീരമേ ഉള്ളൂ, എനിക്ക് രണ്ട് ശരീരം ഉണ്ടെന്ന് കരുതുക. അപ്പോ ആ പോകുന്ന ആള് ഞാൻ തന്നെയല്ലേ? രണ്ടിലും ഞാൻ തന്നെയല്ലേ? അല്ലേ? എനിക്ക് രണ്ട് ശരീരമുണ്ട്, പക്ഷെ രണ്ട് ശരീരത്തിലും വസിക്കുന്നത് ആരാണ്? ഈ ഞാൻ. മനസ്സിലായോ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ ദൈവത്തിന് 3 ശരീരമുണ്ട്. ശരീരമല്ല അത് പറയാ, അരൂപിയുണ്ട്. ഒരു ദൈവമേ ഉള്ളൂ, പക്ഷെ 3 അരൂപിയിലാണ് ആ ദൈവം ആയിരിക്കുന്നത്. ഒന്നാമത്തെ അരൂപിയുടെ പേര് പിതാവ്, രണ്ടാമത്തെ അരൂപിയുടെ പേര് പുത്രൻ, മൂന്നാമത്തെ അരൂപിയുടെ പേര് പരിശുദ്ധാത്മാവ്. ക്ലിയർ ആയോ? ദൈവം സർവ്വവ്യാപിയാണ്, ശരിയല്ലേ? പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവം. ആ ദൈവം ഏതാ? സർവ്വവ്യാപിയായ ദൈവം. അതാണ് പരിശുദ്ധാത്മാവ്. ഇനി ദൈവം സർവശക്തനാണ്. ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ദൈവം സർവശക്തനാണ് എങ്ങനെയെന്ന്. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും തമോഗർത്തങ്ങളെയും സൃഷ്ടിച്ച, അല്ലേ? തമോഗർത്തം പവർ എന്താ അല്ലേ? അതിനൊക്കെ സൃഷ്ടിക്കുന്ന ക്രിയേറ്റർക്ക് എത്ര ശക്തി ഉണ്ടാവും? അതിനപ്പുറത്തേക്ക് ശക്തി ഉണ്ടാവും, ഇല്ലേ? ഈ ശക്തിയുള്ള ദൈവം നമ്മുടെ അടുത്തേക്ക് വന്ന സ്ഥിതി എന്തായിരിക്കും? നമ്മുടെ കാര്യം അപ്പം തന്നെ ഇല്ല ദൈവം. മനസ്സിലായ? പിതാവായ ദൈവത്തിന്റെ പ്രത്യേകതയാണ് പ്രപഞ്ചത്തിന് അതീതനായ ദൈവം. പ്രപഞ്ചത്തിന് പുറത്താണ് പിതാവായ ദൈവം. അപ്പോൾ പ്രപഞ്ചത്തിലെ അതീതനായ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ആ പ്രപഞ്ചത്തിന്റെ ഉള്ളിലേക്ക് പിതാവായ ദൈവത്തിന് കയറി വരാൻ പറ്റുന്നില്ലെങ്കിൽ ആ ദൈവത്തിന് എന്തിനു കൊള്ളാം? ഞാൻ ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്നെന്തിനു കൊള്ളാം, അല്ലേ? ശരിയല്ലേ? അപ്പൊ പിതാവായ ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ അങ്ങനെ സൃഷ്ടിക്കുന്ന രീതിയിൽ സൃഷ്ടിച്ച ആ പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവമാണ് പുത്രൻ. സകലയിടത്തും വ്യാപിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ഇതിനെ സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടത് എങ്ങനെയാണ്? പിതാവിൽ നിന്ന് പുത്രനിലൂടെ പരിശുദ്ധാത്മാവിൽ. ആദിയിൽ ദൈവമുണ്ടായിരുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. മനസ്സിലാവണ്ട? വചനത്തിൽ എന്താ പറയുന്നത്? ഒന്നും അവനെ കൂടാതെ ഉണ്ടായില്ല. അതായത് പിതാവായി ദൈവം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്രനിലൂടെയാണ് സൃഷ്ടിക്കുന്നത്. പുത്രനാണ് വന്ന് സൃഷ്ടികർമ്മം നടത്തുന്നത്. എവിടെ? പരിശുദ്ധാത്മാവിൽ. എന്നാണ് കത്തോലിക്ക സഭയുടെ മതബോധന CCC പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന് ഒരേ സമയം 3 ആളുകളുണ്ട്: പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഈ 3 ആളുകളിലൂടെ എല്ലാം ചെയ്യാൻ പറ്റും. പ്രപഞ്ചത്തിന് പുറത്ത് അതീതനായി നിൽക്കണമെങ്കിൽ പിതാവ് നിൽക്കും. നിന്റെ അടുത്തേക്ക് വരണോ? പുത്രൻ വന്ന് ഇറങ്ങി വരും. നിനക്ക് ദൈവത്തിലായിരിക്കണോ എങ്കിൽ പരിശുദ്ധാത്മാവിൽ നിനക്ക് ആവാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ ദൈവം ഒന്നേ ഉള്ളൂ, ഈ 3ലും വസിക്കുന്ന ഒരൊറ്റ ദൈവമാണ്. അപ്പൊ ദൈവം ചിന്തിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയം ചിന്തിക്കും. ദൈവം സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരേ സമയം സൃഷ്ടിക്കും. ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പുത്രനും പരിശുദ്ധാത്മാവും കേൾക്കും. പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിതാവും പുത്രനും കേൾക്കും. മനസ്സിലായ? ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവം 3 അരൂപികളിലാണ്. ഈ 3 അരൂപികളിലായിരിക്കുന്ന ദൈവമാണ് തൃത്വം, അല്ലാതെ 3 ദൈവമല്ല. അപ്പൊ നമ്മുടെ അടുത്തേക്ക് പുത്രൻ ദൈവം വന്നു കഴിഞ്ഞാൽ, യേശുക്രിസ്തു വന്നു കഴിഞ്ഞാൽ, യേശുക്രിസ്തു പൂർണ്ണ ദൈവമായിട്ട് തന്നെയാണ് വരണത്. അങ്ങനെ ദൈവം വരൂ. കുരിശിൽ മരിക്കുമ്പോൾ ദൈവം വരുന്നത്, കടന്നു വരുന്ന ദൈവം പുത്രൻ തമ്പുരാനാണ്. പ്രൈസ് ദി ലോർഡ്. സംശയം അറിയോ? സംശയം ഉണ്ടതില്ലേ? ക്ലിയർ ആയോ തൃത്വം? എനിക്ക് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഞാനൊരു പുസ്തകം തരാം. ഞാൻ അടുത്ത ഗ്രൂപ്പ്, 3ാമത്തെ ഗ്രൂപ്പ് ഏതാ? എന്തുകൊണ്ടാണ് ഉണ്ണിയായിരിക്കുമ്പോൾ മാമോസി ഇരിക്കുന്നത്? വലുതായിട്ട് സ്വയം തീരുമാനിച്ചാൽ പോരെ, അതല്ലേ ഗ്രൂപ്പ്? എന്തുകൊണ്ടാണ് ശിശു മാമോദീസ ചെയ്യുന്നത്? വലുതായിട്ട് സ്വയം അങ്ങോട്ട് തീരുമാനിച്ചിട്ട് മാമോദീസ കൊടുത്താൽ പോരെ, അല്ലേ? ശരിയല്ലേ? എന്തുകൊണ്ടാണ് ചെറിയ കുഞ്ഞിൽ തന്നെ 1ാം ക്ലാസ്സിൽ പോയി ചേർന്നത്? വലുതായിട്ട്
പ്രായപൂർത്തിയായി എല്ലാം മനസ്സിലാക്കിയിട്ട് 1-ാം ക്ലാസ്സിൽ പോയി പഠിച്ചാൽ പോരെ? 1-ാം ക്ലാസ്സിൽ നിങ്ങളെ ചേർത്തിയത് ആരാണ്? അപ്പനമ്മയില്ലേ? എന്തിനാണ് ചേർത്തിയത്? എന്തിനാണ് ചേർത്തിയത്? നിങ്ങൾ വലുതായിട്ട് 18 വയസ്സായിട്ട് തീരുമാനം എടുക്കുക, ഞാൻ പഠിക്കാൻ തീരുമാനിച്ചു 1-ാം ക്ലാസ്സിൽ പോയിരിക്കാം, അങ്ങനെ പഠിച്ചാൽ പോരെ? അപ്പനമ്മ പറഞ്ഞാൽ പോയി 1-ാം ക്ലാസ്സിൽ പോയിരിക്കാൻ പാടോ? പ്രൈസ് ലോർഡ്. അപ്പൊ അത് ആരുടെ തീരുമാനമായിരുന്നു? നിങ്ങൾ 1-ാം ക്ലാസ്സിൽ പഠിക്കുക എന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? നിങ്ങളുടെ തീരുമാനമാണോ അപ്പൻ്റെ അമ്മയുടെ തീരുമാനമാണോ? പറയേ. അപ്പൻ്റെ അമ്മയുടെ ആ തീരുമാനം ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ക്ലിയറായോ? ക്ലിയറായില്ലേ? അപ്പൊ നിങ്ങൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാമോയിസ് തന്ന് നിങ്ങളെ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഉള്ളിൽ നിന്ന് പാപത്തിന്റെ അടിമത്തത്തെ വിട്ടുമാറ്റി പിശാചിന്റെയും അവന്റെ പ്രവർത്തികളെ ഉപേക്ഷിപ്പിച്ച് ദൈവത്തിന്റെ കൃപ നിറയ്ക്കുന്ന, പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുന്ന, ദൈവമക്കളാക്കുന്ന മാമോദിസ എന്ന കുദാശ കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ വളർന്നു വലുതാകുമ്പോൾ പാപത്തിൽ വീഴാതെ ഈ പരിശുദ്ധാത്മാവിന്റെ കൃപാവരം നിങ്ങളെ സഹായിക്കുമെന്ന് ബോധ്യമുള്ള അപ്പനും അമ്മയും എന്ത് ചെയ്തു? നിങ്ങൾക്ക് വേണ്ടി ശിശു മാമോദിസ നടത്തി. ക്ലിയറായോ? കാരണം മനസ്സിലായോ? കാരണം മനസ്സിലായില്ലേ? അപ്പൊ ശിശു മാമോദിസ നടത്തുന്നത് ബൈബിൾ അനുസരിച്ച് ശരിയാണോ? കർത്താവ് കുറച്ചും കൂടി വളർന്നിട്ടല്ലേ മാമോദിസ സ്വീകരിച്ചത്. അപ്പോൾ യേശു നമ്മളിതിന് കുഞ്ഞിന് മാമോദിസ സ്വീകരിക്കണേ. കർത്താവ് മാമോദിസ സ്വീകരിച്ച മാമോദിസ ഏതാണെന്ന് പറഞ്ഞേ. വെള്ളത്തിൽ മുങ്ങി സ്വീകരിച്ച സ്നാനം അല്ല കർത്താവിന്റെ സ്നാനം. കർത്താവ് സ്നാപയോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിച്ചു, ശരിയല്ലേ? ആ സ്നാനത്തിന് പറയുന്ന പേര് അനുതാപത്തിന്റെ സ്നാനം. നമ്മൾ സ്വീകരിച്ച മാമോദിസ അതല്ല. അത് ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 50-ാം വാക്യത്തിൽ പറയാണ്, ഈശോ പറയാണ്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് ലഭിക്കുന്നവരെ ഞാൻ എത്ര ഞെരുങ്ങുന്നു. ആര് പറയാണ്? ഈശോ പറയാണ്. ഈശോ മാമോദിസ സ്വീകരിച്ചതല്ലേ, പിന്നെ എന്തിനാ യേശു ഇത് പറയണേ? യേശു പറഞ്ഞ മാമോദിസ എന്തായിരുന്നു? കുരിശിന്റെ വഴിയിൽ പറയുന്ന ഡയലോഗ് ഇതല്ലേ. യേശു പറഞ്ഞ മാമോദിസ യേശു കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുന്ന സ്നാനമാണ്. മനസ്സിലായോ പറഞ്ഞത്? കുരിശിൽ മരിച്ച് മണ്ണിനടിയിൽ പോയിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, അങ്ങനെ മുങ്ങി എഴുന്നേറ്റതാണ് യേശുവിന്റെ സ്നാനം, ശരിക്കുള്ള സ്നാനം. പ്രൈസ് ദി ലോർഡ്. ആ സ്നാനത്തോട് ഐക്യപ്പെടാനാണ് നമ്മൾ ഓരോരുത്തരും മാമോദിസ സ്വീകരിച്ചത്. എവിടെയത് പറയുന്നത് ബൈബിളിലെ? റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 3-ാം തിരുവചനം. ആകയാൽ യേശു ക്രിസ്തു ഐക്യപ്പെടാൻ വേണ്ടി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത് നിങ്ങൾ അവിടുത്തെ കുരിശുമരണത്തോട് ഐക്യപ്പെടാനല്ലേ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? സംസാരിക്കല്ലേ, പറയൂ. ക്ലിയറായോ? അപ്പൊ നമ്മുടെ മാമോദിസ സ്നാപയോഹന്നാനിൽ നിന്ന് യേശു വെള്ളത്തിൽ മുങ്ങി സംഭവമല്ല, മറിച്ച് യേശുവിന്റെ കുരിശുമരണത്തിൽ യേശു ചെയ്ത കുരിശുമരണത്തോട് ഐക്യപ്പെടുന്ന സ്നാനമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് അനുതാപത്തിന്റെ സ്നാനമല്ല, മറിച്ച് നമ്മൾ ദൈവമക്കളാക്കുന്ന സ്നാനമാണ്, ദൈവപുത്രനാക്കുന്ന സ്നാനമാണ്. അപ്പൊ അത് കുഞ്ഞായിരിക്കുമ്പോൾ സ്വീകരിക്കാൻ പറ്റുമോ? വിശ്വാസം ഏറ്റു പറയാൻ പറ്റുമോ? ബൈബിളിൽ നോക്കി കാണാം, കുട്ടികൾക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറയേണ്ടത് അവരുടെ അപ്പനും അമ്മയാണ്. ബൈബിളിൽ കാണാൻ സാധിക്കും, പിശാചു ബാധിതനായ ഒരു ബാലനെ യേശുവിന്റെ അരികിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് വേണ്ടി വിശ്വാസം ഏറ്റു പറഞ്ഞത് ബാലനല്ല, ബാലന്റെ അപ്പം പറയാണ് യേശുവിനോട്, ഞാൻ വിശ്വസിക്കുന്നു, എന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അപ്പോൾ കുട്ടി സൗഖ്യം പ്രാപിച്ചു. കാനാകാരിയെ സ്ത്രീയുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് അമ്മ യേശുവിന്റെ അടുത്ത് വിലപിക്കുന്നു. അവളുടെ വിശ്വാസം വലുതാണ്, കുട്ടി സൗഖ്യം പ്രാപിച്ചു. കുട്ടിക്ക് വേണ്ടി ആരാണ് വിശ്വാസമായിട്ട് പറയേണ്ടത്? ആരായിട്ട് പറയേണ്ടത്? അപ്പനും അമ്മയും ക്രിസ്ത്യാനിയാണെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് മാമോദിസ കൊടുക്കുള്ളൂ. ഹല്ലേലൂയ. കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ഇങ്ങനെ കുട്ടി മാമോദിസ സ്വീകരിച്ചു കഴിഞ്ഞാൽ വളർന്നു വലുതായി ബുദ്ധിയും ബോധമുള്ളപ്പോൾ സഭയുടെ മുമ്പിൽ ആ വിശ്വാസം ഉറക്കെ ഏറ്റുപറയാൻ തയ്യാറാവണം. നിങ്ങൾ കുഞ്ഞിന് മാമോദിസ സ്വീകരിച്ചവരല്ലേ? എന്നാൽ നിങ്ങളെ കൊണ്ടൊക്കെ സഭയുടെ മുമ്പിൽ ഉറക്കെ വിശ്വാസം ഏറ്റുപറയിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ കുഞ്ഞിൽ സ്വീകരിച്ച മാമോദിസയുടെ വിശ്വാസം നിങ്ങൾ ബുദ്ധിയും ബോധം വെച്ചപ്പോൾ ഞങ്ങളിത് ഓക്കെയാണ്, ഞങ്ങളിത് വിശ്വസിക്കുന്നു നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എവിടെയാ പറഞ്ഞേ? ആദ്യ കുർബാന സ്വീകരണത്തിൽ. അപ്പൊ ഒക്കെ കറക്റ്റായോ? റൂട്ട് ക്ലിയറായോ? ചോദ്യം ശരി, ഉത്തരം ശരിയല്ലേ? ഓക്കെ. ഇനി 4-ാമത്തെ ചോദ്യം, മാർത്തോമ ഹോളിമാസ് എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ തന്നെ ചോദിച്ചോളൂ. അപ്പോൾ വിഷയം ഞാൻ വിചാരിച്ച പോലെ ചോദിക്കുന്നത്, അതായത് ഇവിടെ സഭയുടെ ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ട് സഭകൾ അല്ലേ? ഈ
ഈ സഭകളുടെ ഹിസ്റ്ററി അന്വേഷിച്ചാൽ നമുക്കതിൻ്റെ റൂട്ട് മനസ്സിലാവുള്ളൂ. മാർത്തോമ സഭ റൂട്ട് അനുസരിച്ചിട്ട്, മാർത്തോമ സഭയുടെ പ്രത്യേകത, മാർത്തോമ സഭ റൂട്ട് അനുസരിച്ച് നമ്മുടെ സഭയുടെ റൂട്ടിൽ നിന്ന് വന്നതാണ്. അതായത് ഇവിടെ കേരളത്തിൽ ഉണ്ടായിരുന്ന സഭ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോമാസ് ലീഗയുടെ കാലഘട്ടം മുതലുണ്ടായിരുന്ന സഭയാണ് മാർത്തോമ നസ്രാണികൾ. ഒറ്റ സഭയാണ് മാർത്തോമ നസ്രാണികൾ. അവർ സിറിയയിൽ നിന്നുള്ള ഒരു മെത്രാൻ്റെ കീഴിൽ, ഇവിടെ അവിടെ നിന്നൊരു മെത്രാൻ ഇങ്ങോട്ട് അയക്കും, ഇവിടെ ആ മെത്രാൻ വരും. ആ മെത്രാൻ്റെ കീഴിലാണ് ഈ സഭയോട് ഉണ്ടായിരുന്നത് മാർത്തോമ നസ്രാണികൾ. ഒറ്റ മെത്രാനുള്ളൂ. കുറെ അച്ഛന്മാരുണ്ട്. ആ അച്ഛന്മാരിൽ പകലോമറ്റം തറവാട്ടിലത്തെ അച്ഛനാണ്, കാരണവരാണ്. ഇവരൊക്കെ ആർച്ച് ഡീക്കൻ, നേതാവ്. ഇവർക്കൊക്കെ ഒരു മെത്രാനുള്ള. ആ മെത്രാൻ എവിടുന്ന് വരണം? സിറിയെന്ന് സമയമാകുമ്പോൾ അയച്ചുകൊണ്ടിരിക്കുക. ഇവരോട് മരിച്ചാൽ അടുത്ത ആൾ വരും, അങ്ങനെ അയക്കും. അങ്ങനെ അവസാനം വന്ന ആളാണ് 1500-കളിൽ വന്ന ആളാണ്, 1500-ൽ വന്ന ആളാണ് മാർ അബ്രാഹാം തിരുമേനി. അദ്ദേഹം മരിച്ചു 1597 മരിച്ചു. അങ്കമാലിയിലാണ് അദ്ദേഹത്തെ അടക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഉണ്ട്, അവിടെ പോയി കാണാം. ആ മടക്കി കഴിഞ്ഞപ്പോൾ പിന്നെ മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് മെത്രാൻ വന്നില്ല. വരാത്തതിന് കാരണം പോർച്ചുഗീസുകാർ അറബിക്കടലിൻ്റെ ഭരണം ഏറ്റെടുത്തു. അവിടെ നിന്ന് ആരെങ്കിലും വരുന്നെങ്കിൽ തടുത്തു, ഇങ്ങോട്ട് വരണ്ട, ഇവിടുത്തെ ക്രിസ്ത്യാനികളെ ഭരിക്കാൻ പോർച്ചുഗീസുകാർക്ക് അറിയാം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ തടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള മാർത്തോമ നസ്രാണികളൊക്കെ കൂടിയിട്ട് പറഞ്ഞു, നമുക്ക് മെത്രാനില്ല, എന്ത് ചെയ്യും? അപ്പോൾ ഇവിടെ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന സഭയാണ് ലത്തീൻ സഭ. അവരിവിടെ വന്ന് ലത്തീൻ സഭ സ്ഥാപിച്ചു. അവർ സൈഡിലൂടെ പോയി. അപ്പോൾ മാർത്തോമ നസ്രാണികൾ കൂടി ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് മാർത്തോമ നസ്രാണികൾ പറഞ്ഞു, ഞങ്ങൾക്ക് മെത്രാനില്ല. അത് കാരണം കൊണ്ട് ലത്തീൻ സഭയുടെ നിലവിലുള്ള പോർച്ചുഗീസിൽ ഗോവയിലുള്ള മെത്രാൻ മെനസിസ് പിതാവ് ഞങ്ങളെയും കൂടി ഇപ്പോൾ തൽക്കാലം ഭരിക്കേ എന്ന് പറഞ്ഞു. മെനസിസ് പിതാവ് വിചാരിച്ചു കൂടി ഉണ്ടായിരുന്ന സഭ മാർപ്പാപ്പയുടെ സഭയല്ല, വേറെ ഏതൊരു സഭയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെയുള്ള സഭേനെ ശുദ്ധീകരണം ചെയ്യാൻ വേണ്ടി ഉദയംപേരൊരു സൂനഹൗസ് നടത്തി. ഉദയംപേര് സൂനഹൗസ് നടത്തി കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള കത്തോലിക്കരായ ആൾക്കാരനെ, പാരമ്പര്യമായി തോമസ് ലീഗയുടെ പാരമ്പര്യമുള്ള സിറിയൻ കാത്തലിക്സിനെ റോമൻ കാത്തലിക് ആക്കി എന്ന് പറഞ്ഞിട്ട് ഈ മെനസിസ് പിതാവും പോർച്ചുഗീസുകാരും അവിടെ വന്ന് പാതിരുവാദോ ഭരണം സ്ഥാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റോമിൽ വിഷയം അവതരിപ്പിച്ചു. വലിയ കാര്യമായിട്ട് അവർ കൈയടിച്ചു. അപ്പം ഇതാണ് പാതിരിമാരെന്ന് പറയണത്. ഈ പാതിരുവാദോ ഭരണത്തിലുള്ള അച്ഛന്മാരാണ് പാതിരിമാർ. അങ്ങനെ 1599 മുതൽ 1650 വരെ ലത്തീൻ്റെ കീഴിൽ ഇവിടെയുള്ള മാർത്തോമ നസ്രാണികൾ നടന്നു. അപ്പോഴാണ് അവർ അറിഞ്ഞത് അവിടെ നിന്ന് മെത്രാനെ വിട്ടിട്ടുണ്ടായിരുന്നു. ആ മെത്രാനെ മൈലാപ്പൂര് എന്ന മെത്രാൻ മാർത്തോമാസ് ലീഗയുടെ അസ്ഥികളെ വന്ദിക്കുന്ന സമയത്ത് പോർച്ചുഗീസുകാർ പിടിച്ച് ജയിലിട്ടേക്കാണ്. അവർ ഇവിടെയുള്ള ആൾക്കാർ മൈലാപ്പൂര് പോയപ്പോൾ നമ്മുടെ മെത്രാനെ കണ്ടു, അബ്ദീഷോ മെത്രാൻ. അപ്പോൾ ആ മെത്രാനോട് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പോർച്ചുഗീസുകാരോട് പറഞ്ഞു, ഞങ്ങളുടെ മെത്രാനെ ഞങ്ങൾക്ക് തിരികെ തരിക എന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അബ്ദീഷോ മെത്രാനെ അപ്പോൾ എന്ത് ചെയ്തു? ഗോവയിലേക്ക് കൊണ്ടുപോയി. കൊണ്ടുപോകുന്ന വഴിക്ക് മട്ടാഞ്ചേരി വെച്ചിട്ട് എല്ലാ മാർത്തോമ നസ്രാണികളും ഒരുമിച്ച് കൂടിയിട്ട് മട്ടാഞ്ചേരി ആളെ ഇറക്കി വിടുക എന്ന് പറഞ്ഞു. ഇറക്കി വിടാനായിട്ട് കപ്പലിൽ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? അവരെന്ത് ചെയ്തു? അബ്ദീഷോനെ എടുത്ത് വെള്ളത്തേക്ക് ഇട്ടു. അബ്ദീഷോ മെത്രാൻ വെള്ളത്തിൽ വീണ് മരിച്ചുപോയി. ഇവിടെ അപ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെയുള്ള ആൾക്കാരെ കൂടി പറഞ്ഞു, സന്തതിയുള്ളിടത്തോളം കാലം ഇനി പോർച്ചുഗീസുകാരുമായി സമ്പാളൂർ പാതിരിയുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞു. അതിനെ പറയുന്ന പേരെ കൂനം കുരിച്ച് സത്യം. അങ്ങനെ കൂനം കുരിച്ച് സത്യം കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്തുണ്ടായി? ഇവിടെയുള്ള മാർത്തോമ നസ്രാണികളെല്ലാം ഒരുമിച്ച് നിന്നിട്ട് ഈ റോമുമായുള്ള ബന്ധം ക്യാൻസലായി. കാരണം റോമുമായുള്ള ബന്ധം പോർച്ചുഗീസായിട്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് സിറിയയിലത്തെ ബന്ധം അതും പോയി. അങ്ങനെ സമയത്ത് ഇവരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ റോമിലെ മാർപ്പാപ്പ ഇത് അറിഞ്ഞിട്ട് മാർപ്പാപ്പ പാതിരുവാദോ ഭരണം പിൻവലിച്ച് പ്രൊപ്പഗാൻഡ ഭരണം ഇറക്കി. അത് മാർപ്പാപ്പ നേരിട്ട് ഭരിക്കാൻ തീരുമാനിച്ചു. ഇറ്റലിയിൽ നിന്നൊരു മെത്രാൻ അയച്ചു. ആളൂടെ വന്ന് ഇവിടെയുള്ള സഭകളെ മുഴുവൻ ഒരുമിച്ച് കൂട്ടിയിട്ട് മാർപ്പാപ്പയുടെ കീഴിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. അങ്ങനെ കൊണ്ടുവന്ന സഭയാണ് ഇന്നത്തെ സീറോ മലബാർ സഭ. അന്ന് മലബാർ അപ്പോസ്തലേറ്റ് എന്നൊക്കെയാണ് അതിന് പറയുക. ഇന്നത്തെ സീറോ മലബാർ സഭ. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞു, ഇനി ഞങ്ങൾ പ്രതിജ്ഞയെടുത്തിട്ടാണ് സന്തതിയിലോടത്തോളം കാരണം സമ്പാളൂർ പാതിരിമണി അതൊരു ബന്ധമില്ലെന്ന്. അത് കാരണം കൊണ്ട് ഞങ്ങൾ ഇനി മാർപ്പാപ്പയുടെ കീഴിലേക്കില്ല, ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നോളാന്ന് പറഞ്ഞു. അവരാണ് യാക്കോബായ സഭ. അങ്ങനെ അതിൽ നിന്ന് വിഭജിച്ച് പോയതാണ്. പിന്നീട് അവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ത്യോക്യയിലേക്ക് കത്തയച്ചു. കുറേ ബാധി കത്തയച്ചു, അന്ത്യോക്യയിലേക്ക് കത്തുപോയി. അന്ത്യോക്യത്തെ മെത്രാൻ എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആളെ വിട്ടു. അത് കാത്തലിക് ബന്ധമല്ല, അവിടെ ഡിവിഷൻ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് യാക്കോബായ സഭയുടെ ആയിരുന്നു അവിടെ നിന്ന് ഒരു മെത്രാൻ വന്നത്. ആ മെത്രാനാണ് യാക്കോബായ സഭയുടെ അധ്യക്ഷനായിട്ട് വന്നത് ഇവിടെ. അതാണ്
യാക്കോബായ സഭ എന്നാണ് സഭയുണ്ടായത്. അപ്പോൾ അതിനിടയിൽ വേറെ പറഞ്ഞു, നിങ്ങൾ തന്നെ യാക്കോബായക്കാരായിട്ട് ബന്ധപ്പെടണം, ഞങ്ങൾ അത് ബന്ധം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് വേറെ ടീം അതിൻ്റെ ഉള്ളിൽ മുറിഞ്ഞ് മാറുന്നു, ഞങ്ങളിവിടെ തന്നെ നിന്നോളാണ്. അവരാണ് ഓർത്തഡോക്സുകാർ ടീമുമാർ. ഇത് തന്നെ, അതായത് റോമായിട്ട് ബന്ധം വേണ്ട, അന്ത്യോക്യയായിട്ട് ബന്ധം വേണ്ട, ഞങ്ങൾ മുമ്പ് നിന്നവരെ നിന്നോളാം എന്ന് പറഞ്ഞൊരു ഓർത്തഡോക്സുകാരായി. ഈ ഓർത്തഡോക്സുകാർ കുറേ നാൾ നിന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമുക്ക് ശരിക്കും നമുക്ക് പഴയ സ്ഥലത്തേക്ക് പോകണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ റോമിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചു. അപ്പം അന്ത്യോക്യ പാരമ്പര്യത്തിൽ തിരിച്ചു അങ്ങനെ തിരിച്ചു വന്നവരാണ് സീറോ മലങ്കരക്കാർ. തിരിച്ച് റോമിലേക്ക് വന്നു. ഡിവിഷൻസ് മനസ്സിലായ. അപ്പോഴാണ് ബ്രിട്ടീഷുകാർ ഭരിച്ചത്. ബ്രിട്ടീഷുകാർ ഭരിച്ചു കഴിഞ്ഞപ്പോൾ യാക്കോബായ സഭയിലത്തെ ഒരു ഭാഗത്ത് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ നോക്കാമെന്ന് പറഞ്ഞിട്ട് പഠനം ആരംഭിച്ചു. അവർ പഠിപ്പിച്ചത് ആംഗ്ലിക്കൻ തിയോളജിയാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മാതാവില്ല, അതൊന്നും ഇല്ലാണ്ട് അങ്ങനെ പോയി. അതാണ് മാർത്തോമ സഭ. അതുകൊണ്ടാണ് അവർക്ക് മാതാവില്ലാണ്ട് എങ്ങനെ കുർബാന വന്നു എന്നുള്ള ചോദ്യം. ക്ലിയർ ആയ? അപ്പൊ ആചാരങ്ങൾ മുഴുവൻ തുടർന്ന് വന്നു. അപ്പൊ ഇത് സഭയുടെ കൈവെപ്പ്, തോമസ് ലീഗയുടെ പാരമ്പര്യം ഈ പറഞ്ഞ എല്ലാ സഭകൾക്കും ഉണ്ട്. മനസ്സിലായ? പാരമ്പര്യം എല്ലാ സഭകൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് ഇവരനൊക്കെ എന്ത് പറയുന്നത്, ഐക്യുമെനിക്കൽ ചർച്ച് എന്ന് പറയുന്നത്. അതായത് ഐക്യുമെനിക്കൽ പ്രസ്ഥാനം വിവിധ കാരണം കൊണ്ട് സഭയിൽ നിന്ന് വിട്ടുപോയ സംഭവങ്ങളാണ്. ശരിക്കും നമ്മളൊക്കെ ഒന്നാണേ. നമ്മുടെയൊക്കെ തലപ്പത്ത് കയ്യൊപ്പ് നടത്തിയ മെത്രാന്റെ മുകളിൽ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തോമസ് ലീഗയിലോ പത്രോസ് ലീഗയിലോ ഒക്കെ വന്ന് നിൽക്കും. അതുകൊണ്ട് നമ്മളൊക്കെ ഒന്നാണ്, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്നിച്ച് നിൽക്കണം എന്ന് പറയുന്നതാണ്. അങ്ങനത്തെ സഭകളൊക്കെ കൂടി ചേർത്ത് പിടിച്ച് മാർപ്പാപ്പ ഉണ്ടാക്കിയതാണ് ഐക്യുമെനിക്കൽ പ്രസ്ഥാനം. എന്നാൽ ഇതൊന്നും അല്ലാണ്ട് വേറൊരു സഭ അപ്പുറത്തോടെ കയറി വന്നു. ഞങ്ങൾ മാത്രം ശരി, ഞങ്ങൾ മാത്രം ശരി എന്ന് പറഞ്ഞുകൊണ്ട് 1904 പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രസ്ഥാനം ലോകം മുഴുവൻ വ്യാപിച്ചു. അതാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനം. അവർക്ക് അവരുടേതായ തിയോളജികളും ഒരു സഭ എന്ത് പറയുന്നു അതിന് ഓപ്പോസിറ്റ് അവർ പറഞ്ഞിരിക്കും. പ്രത്യേകത. പരിശുദ്ധ തൃത്വമാണ് ദൈവം എന്ന് പറഞ്ഞാൽ അവർ പറയും അല്ല, യഹോവ നാമക്കാരാണ്, യേശു നാമക്കാരാണെന്ന് പറയുക. മറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ചും സഭ പഠിപ്പിച്ചു അവർ പറയും അല്ല, ശരീരം ഇല്ലാണ്ട് സ്വർഗത്തിൽ നിന്ന് ശരീരം കൊണ്ടുവന്നതെന്ന് പറയും. അങ്ങനെ എന്ത് സഭ പഠിപ്പിച്ചോ അതിന് ഓപ്പോസിറ്റ് പഠിപ്പിക്കുന്നതാണ് എന്ത്? പെന്തക്കോസ്തുകാർ. മുഴുവൻ തിയോളജി അങ്ങനെ തന്നെ അവരുടെ. ഇപ്പോഴെന്നിട്ട് അവർ ലാസ്റ്റ് തൃത്വമൊക്കെ അംഗീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. മറ്റേതാ നേരെ തിരിച്ചായിരുന്നു. ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലായോ സഭയുടെ ഡിവിഷൻസ് എങ്ങനെ വന്നതെന്ന്? ക്ലിയർ ആയോ ഏകദേശം? ഇനി നിങ്ങൾ അതിന് ഇത്രയും ധാരണ തന്നില്ലേ, ഇനി അതിന് ഗവേഷണം നടത്തുക, അപ്പൊ നമുക്ക് കൂടുതൽ കിട്ടും. ഓക്കെ, ഇനി ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ ചോദ്യം കേട്ടോ. ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ രണ്ടാമത്തെ അതിപ്പോ ഒന്നാമത്തെ ഗ്രൂപ്പ് കുരിശുമാരുടെ മിഷൻ അതല്ലേ നിങ്ങൾ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ? അത് നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയോ? പള്ളിക്ക് പോണം അല്ലേ? പള്ളിക്ക് പോണെന്നാണ് പ്രശ്നം. ദൈവം കേൾക്കില്ലെന്ന് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാ? കറക്റ്റ്. വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും, തീർച്ചയായും കേൾക്കും. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും, ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കില്ലല്ലോ, അതാണ് പ്രശ്നം. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ മൊബൈൽ റീൽസ് കണ്ടുകൊണ്ടിരിക്കല്ലേ. വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കും, 1 മണിക്കൂർ വീട്ടിൽ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല അഭിഷേകമായിരിക്കും, സംശയം വിചാരിക്കണ്ട. ചെയ്യോ? അതിന് പറഞ്ഞ പേരെ പേഴ്സണൽ പ്രയർ. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കേ. പ്രൈസ് ദി ലോർഡ്. ഇനി കൂട്ടായ്മ എന്തിനാണ്? കർത്താവ് സ്ഥാപിച്ചത് കൂട്ടായ്മ. ഒറ്റയ്ക്ക് മാത്രമല്ല, കർത്താവിന്റെ പ്രത്യേകത കൂട്ടായ്മയാണ്. കാരണം പരിശുദ്ധ തൃത്വം തന്നെ കൂട്ടായ്മയാണ്. ദൈവത്തിന്റെ ആഗ്രഹം ദൈവം ഒറ്റയ്ക്കാക്കല്ല, എല്ലാവരും ഒന്നിപ്പിക്കുക. ഒരേ അപ്പത്തിൽ നിങ്ങൾ ഭക്ഷിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഒരേ ശരീരത്തിന്റെ ഭാഗഭാക്കുകളാണ്. വിശുദ്ധ കുർബാന പറ്റി പറയാൻ എങ്ങനെ? നമ്മൾ വിശുദ്ധ കുർബാന ഭക്ഷിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടായ്മ എന്ന് പറയുന്നത് ഒരപ്പത്തിൽ നിന്നാണ് എല്ലാവരും ഭക്ഷിക്കുന്നത്. അതാണ് എൻ്റെ കൺസെപ്റ്റ്. പണ്ടൊക്കെ ഒരപ്പം എടുത്ത് മുറിച്ച് കൊടുക്കലായിരുന്നു. ഇത് പോസിബിൾ ഇല്ലാണ്ടായപ്പോൾ അപ്പം എടുത്തിട്ട് മുറിച്ചിട്ട് മറ്റപ്പത്തുമേ വീഞ്ഞുകൊണ്ട് തൊടിക്കലേ പ്രതീകാത്മകമായിട്ട്. അതായത് നമ്മളെല്ലാം ഒരപ്പമാണ്, ഈ അപ്പത്തിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുകയാണ്. മനസ്സിലാവും? അപ്പോൾ നമ്മളെല്ലാവരും ഒരു കൂട്ടായ്മയാണ്, നമ്മളെല്ലാം ദൈവമക്കൾ. നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിൻ്റെ അറ്റത്ത് എൻ്റെ ആത്മാവ്, എൻ്റെ ആത്മാവിൻ്റെ അറ്റത്ത് എൻ്റെ ശരീരം. അങ്ങനെ ക്ലബ് ചെയ്യണത് മനസ്സിലായില്ല? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? എൻ്റെ ആത്മാവുമായി ക്ലബ് ചെയ്യും. എൻ്റെ ആത്മാവിൻ്റെ ഒപ്പം എൻ്റെ ശരീരം ക്ലബ് ചെയ്യും. അപ്പൊ ഞാൻ ദൈവത്തിലായി. ഇങ്ങനെ എല്ലാവരും ദൈവത്തിലാവും. മനസ്സിലായോ?
അതാണ് കൂട്ടായ്മ. അതിന് ഈശോ പറയുന്നത്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ഒന്നായിരിക്കുന്നത് പോലെ ഇവരും നമ്മിൽ ഒന്നായിരിക്കേണ്ടതിന്. സ്വർഗത്തിൽ എന്താ സംഭവിക്കുക? നമ്മൾ തൃത്വത്തിന്റെ ഉള്ളിലേക്ക്, കൂട്ടായ്മയിലേക്ക് പോകും. ഈ കൂട്ടായ്മയാണ്, ഒറ്റപ്പെടലല്ല, കൂട്ടായ്മയാണ് സ്വർഗം. ദൈവം എന്ന് പറഞ്ഞാൽ കൂട്ടായ്മയിലേക്ക് നമ്മളെന്നെ വിളിക്കുക. ദൈവമാകുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് തൃത്വത്തിലേക്ക് നമ്മളെ ഓരോരുത്തരെയും വിളിക്കുന്നതാണ് കൂട്ടായ്മ. അപ്പൊ അതുകൊണ്ട് ആ കൂട്ടായ്മയിലേക്ക് വരാനാ പള്ളിയിൽ പോണത്. മനസ്സിലാവുന്നുണ്ടോ? അത് മനസ്സിലാവുന്നുണ്ട്. നമ്പർ 2, ഇപ്പൊ യേശു ക്രിസ്തു എവിടെയാ? ഇപ്പൊ യേശു ക്രിസ്തു എവിടെയാ? പറയേ, യേശു ക്രിസ്തു എവിടെയാന്ന് പറയേ. ഇവിടെ എവിടെയില്ല. പിതാവിന്റെ വലതുഭാഗത്ത് പുത്രൻ. അപ്പൊ ഇവിടെ വ്യാപരിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. പറഞ്ഞു തന്നില്ലേ? പരിശുദ്ധാത്മാവാണ് സർവ്വവ്യാപിത്വം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യേശു ക്രിസ്തു എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത്. പക്ഷേ ടൈം ട്രാവൽ ചെയ്യാൻ നമുക്ക് പറ്റും. ടൈം ട്രാവലിംഗ്. ഇപ്പോഴുള്ള നിങ്ങളെ പിടിച്ചിട്ട് ടൈം ട്രാവൽ ചെയ്യിച്ചുകൊണ്ട് കാൽവരി കുരിശുമലയുടെ ചോട്ടിൽ നിർത്തും. യേശു കുരിശിന് മരിച്ചു ഇല്ലേ? കുരിശിന് മരിച്ചു കഴിഞ്ഞാൽ ആ ബലിയിൽ നിങ്ങൾക്ക് പങ്കാളിത്തം വേണോ? യേശുവിന്റെ കുരിശുമരത്തിൽ ബലിയിൽ പങ്കാളിത്തം നിങ്ങൾക്ക് വേണ്ട? രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ആ രക്ഷയ്ക്കുള്ള പങ്കാളിത്തം കിട്ടണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ കുരിശുമരത്തിന്റെ ചോട്ടിലേക്ക് ചെല്ലണം. മനസ്സിലായ? ഹല്ലേലൂയ. ഈ ചോട്ടിലേക്ക് പോകണമെങ്കിൽ ടൈം ട്രാവൽ ചെയ്യണം. വേണ്ടേ? പിന്നിക്ക് ഓടണ്ടേ വണ്ടി? ഈ ടൈം ട്രാവൽ ചെയ്യുന്ന പരിപാടി കർത്താവ് സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് വിശുദ്ധ കുർബാന. അത് യേശു ചെയ്ത പരിപാടിയാണ് വിശുദ്ധ കുർബാന. നിങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ടൈം ട്രാവൽ ചെയ്തിട്ട് യേശുവിന്റെ കാൽവരി കുരിശിന്റെ ചുവട്ടിൽ നിൽക്കണം. പിന്നെ അപ്പം ഭക്ഷിക്കുന്നത് യേശുവിന്റെ ശരീരം എത്തുക. മനസ്സിലാവുന്നുണ്ടോ? അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പള്ളിയിൽ പോകുന്നത്. അത് വീട്ടിൽ നിന്ന് കിട്ടില്ല പരിപാടി. ഹല്ലേലൂയ. അതായത് യേശു ക്രിസ്തു സ്വർഗത്തിലാണെങ്കിലും ടൈം ട്രാവൽ ചെയ്ത് നമ്മൾ യേശുവിന്റെ ഒന്നാം വരവിലുള്ള കാൽവരി കുരിശിന്റെ ചോട്ടിലേക്ക് പോണ പരിപാടി നടത്തുന്ന സ്ഥലമാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയിൽ നമ്മളതിനെ പങ്കാളികളൊക്കെ കിട്ടിക്കഴിഞ്ഞാലാണ് നമുക്ക് യേശുവിന്റെ കുരിശിൻ മരണത്തിന്റെ രക്ഷ അങ്ങോട്ട് കിട്ടുള്ളൂ. അത് കിട്ടണമെങ്കിൽ വീട്ടിൽ മൂടി പോച്ച് കിടന്ന് ഉറങ്ങിയാൽ പറ്റില്ല. എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ ഓരോ ദിവസത്തേക്കുള്ള അപ്പം തരും. ഈ മന്ന ആകാശത്ത് നിന്ന് പൊഴിക്കുക എങ്ങനെയാ? അന്നന്ന് നിങ്ങൾ കഴിക്കുക, പിന്നെ പിറ്റേ ദിവസത്തേക്ക് വെച്ചാൽ നാശമാവും. എന്നതുപോലെ ഓരോ ദിവസത്തേക്കുള്ള അപ്പം എല്ലാ ദിവസവും ടൈം ട്രാവൽ ചെയ്യാനുള്ള അവസരം നമ്മുടെ ഇടവക പള്ളിയിലുണ്ട്. ഒരപ്പം തിന്നാൽ മതി. രണ്ടാമത്തെ അപ്പം തിന്നൊരു കാര്യമൊന്നുമില്ല. ഒരപ്പം കൊണ്ട് തന്നെ ഒരു ദിവസത്തേക്കുള്ള വരുന്നറിയും. രണ്ടാം ദിവസത്തേക്ക് വേറെ അപ്പം അന്വേഷിക്കണം. അതാണ് മന്നയുടെ പരിപാടി. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ വിശുദ്ധ കുർബാന എന്തിനാന്ന്? അപ്പൊ ഇനി മൂടി പൂച്ച കിടക്കരുത്, വേറെ വിട്ടോളോ ടൈം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയോ? ഞാൻ അടുത്ത ചോദ്യം. ഏതാ ഗ്രൂപ്പ്? കുർബാനയിൽ അച്ഛൻ എന്തിനാണ് ഇപ്പോൾ തിരിഞ്ഞു നിൽക്കുന്നത്? പിന്നെ മറിഞ്ഞു നിൽക്കണോ? അതല്ലേ ചോദ്യം രണ്ടാമത്തെ. യെസ്. കുർബാനയിൽ അച്ഛൻ ഇപ്പൊ അങ്ങോട്ട് സീറോ മലബാർ സഭയിലെ കുർബാനയിൽ അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്നു. അതാണ് ചോദ്യം. ഞാൻ പറഞ്ഞുതരാം. പണ്ട് എല്ലാ സഭകളിലും അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കലായിരുന്നു. അതിൽ ലത്തീൻ സഭയിലും സീറോ മലബാർ സഭയിലും എല്ലാ സഭകളിലും അങ്ങോട്ട് തിരിഞ്ഞു, കിഴക്കോട്ട് തിരിഞ്ഞാന്ന് തന്നെ പറയാം. കിഴക്കോട്ട് തിരിയാന്ന് പറയാൻ കാരണം ഒറ്റ കാര്യമുള്ളൂ. കിഴക്കിൽ നിന്നുള്ള മിന്നൽ പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം എന്ന് പറഞ്ഞപ്പോൾ എന്നാ കിഴക്കോട്ട് തിരിഞ്ഞേക്കാന്ന് തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. ഒരു കിഴക്ക് കണ്ടല്ലോ, അപ്പൊ കിഴക്കോട്ട് തിരിഞ്ഞേക്കാം. അത്ര വെറുതെ ചിന്തിച്ചുള്ളൂ. അത്ര ചിന്തിച്ചുള്ളൂ സഭാപിതാക്കന്മാര്. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇത് ബലിയർപ്പണമാണ്. ബലിയർപ്പിക്കുന്നത് ആർക്കാണ്? പിതാവായ ദൈവത്തിന് പുത്രനായ യേശു ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങൾ ബലിയർപ്പിച്ചിട്ട് ആ ബലിയർപ്പിച്ച വസ്തുക്കൾ ആരെ തിന്നുക? നമ്മൾ തിന്നണം. ഒരു മനസ്സിലായി? അല്ലാണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല, ദൈവത്തിന് സമർപ്പിച്ചിട്ട് നമ്മളാണ് സ്വീകരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഈ ബലിയർപ്പണം എങ്ങോട്ട് നൽകണം? അച്ഛനല്ല അർപ്പിക്കുന്നത്, അച്ഛൻ അർപ്പിക്കുകയാണ്. പോയിന്റ് മനസ്സിലായ? അപ്പൊ അച്ഛനും നമ്മളിലൊരു ദൈവജനത്തിന്റെ ഭാഗമാണ്. അപ്പൊ എന്ത് ചെയ്യണം? അച്ഛനും തിരിഞ്ഞേക്കണം, എല്ലാവരും തിരിഞ്ഞേക്കണം. ഇതാണ് ബലി. ക്ലിയർ ആയോ? അപ്പോൾ വത്തിക്കാൻ കൗൺസിൽ പറഞ്ഞു ബലിയർപ്പണം അങ്ങോട്ടാണ് ഒക്കെ. പക്ഷെ വിശുദ്ധ ബലി മാത്രമല്ല, വിരുന്നും കൂടിയാണ്.
വിരുന്നാണെങ്കിൽ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷിക്കണം. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഭക്ഷിക്കണം. ഈ വിരുന്ന് വിശുദ്ധ കുർബാന വിരുന്നാണ്. ബലിയാണ്, വിരുന്നാണ്, രണ്ടെണ്ണം പറഞ്ഞ. അപ്പൊ ബലിയാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞേക്കണം, വിരുന്നാണെങ്കിൽ മേശയ്ക്ക് ചുറ്റും തിരിക്കണം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? അപ്പൊ വത്തിക്കാൻ കൗൺസിൽ തീരുമാനമെടുത്തു, വിശുദ്ധ കുർബാന വിരുന്നായിട്ട് ലോകം മുഴുവൻ ആചരിക്കണം. ലോകം മുഴുവൻ ലത്തീൻ സഭ ആചരിക്കണം, അത്ര തീരുമാനിച്ചുള്ളൂ. വിശുദ്ധ കുർബാന വിരുന്നായി ലത്തീൻ സഭ ആചരിക്കണം എന്ന് തീരുമാനിച്ചു. അപ്പൊ അവര് ഇങ്ങോട്ട് തിരിഞ്ഞു, ജനാഭിമുഖം തിരിഞ്ഞു. അത് തിരിഞ്ഞ് ഇവിടെ വന്ന പച്ചന്മാര് അവരൊക്കെ തിരിഞ്ഞു, എന്നാൽ ഞങ്ങളും തിരിഞ്ഞു തന്നെ. സീറോ മലബാറിൽ തിരിഞ്ഞ്, അത് തിരിഞ്ഞത് പുലിവാലായി. അതാണ് ഉണ്ടായത്. അപ്പൊ കുറച്ച് കാലം കഴിഞ്ഞപ്പോ പറഞ്ഞു, ലത്തീൻകാര് തിരിഞ്ഞിട്ട് നമ്മളെന്തിനാ തിരിയണേന്ന്. കാരണം സീറോ മലങ്കര തിരിഞ്ഞിട്ടില്ല, അവർ പിന്നീടാണ് വന്നത്. വേറെ ഒറ്റ കിഴക്കൻ സഭകളും തിരിഞ്ഞിട്ടില്ല, സീറോ മലബാറുകാർ മാത്രം തിരിഞ്ഞു. ഇപ്പൊ ലത്തീൻകാർ ഇപ്പൊ ആലോചിക്കാണ് എങ്ങനെ ഇനി അങ്ങോട്ട് തിരിയാന്ന്. ഇപ്പൊ ആലോചിക്കണ്ടേ പറഞ്ഞപ്പ വേറെ വശം. കാരണം വിരുന്നായപ്പോ എല്ലാവർക്കും കുർബാനേനെ വിലയില്ല, ഒക്കെ വിരുന്നായിട്ട് തിന്നു പോവാണേ. ബലിയാകുമ്പോ കുറച്ചും ഗൗരവം കാണിക്കേണ്ടത്. അപ്പോൾ സഭ തീരുമാനിച്ചു, സീറോ മലബാർ സഭ തീരുമാനിച്ചു, കിഴക്കോട്ട് തിരിഞ്ഞ് ഇനി ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒരേ പാതിക്ക് തിരിച്ചിട്ട് മതി ബലി അർപ്പണം, പണ്ടത്തെ പോലെ എന്ന് തീരുമാനിച്ചു. എൻ്റെ പള്ളി പഴയ പള്ളിയാണ്, അർണോസ് പാതിരിയുടെ കാലത്തുള്ള പള്ളിയാണ്, ഞങ്ങളുടെ നാട്ടിലെ വേലിയെടുത്ത പള്ളി. അത് ഇതുപോലെ കിഴക്കോട്ട് തിരിഞ്ഞിട്ട് അവിടെ മാത്രം ആൾക്കാരുള്ളൂ, അങ്ങോട്ട് മുഖത്ത് തിരിച്ച ആൾക്കാരൊന്നും ഇല്ല അന്ന്. എന്നിട്ട് ആൾക്കാരുടെ ഒരു മേശ ഇട്ടൊക്കെയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പൊ മനസ്സിലായോ? ബലി വിരുന്ന് വിശുദ്ധ കുർബാന. ഇപ്പൊ സീറോ മലബാർ സഭയുടെ കുർബാനയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, 3 പ്രാവശ്യം അപ്പം എടുത്ത് ഉയർത്തും. ഒന്നാമത്തത് ബലി, ഈശോ എടുത്ത് തിരുരക്തം നിണമിത എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തും. രണ്ടാമത്തത് വിരുന്ന്, ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ, വാങ്ങി കുടിക്കുവിൻ. മൂന്നാമത്തത് ആരാധനയാണ്, വിശുദ്ധ കുർബാന ആരാധനയാണ്. അതാണ് വിഭജിക്കുന്ന കുരിശുമരണത്തെ ധ്യാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമത്തെ ഗ്രൂപ്പ്, ഈ 10 മിനിറ്റ് ഉള്ളൂ. നിങ്ങൾ ഏതാ ചോദ്യം? മാർത്തോമയല്ലല്ലോ. ഈശോയുടെ ജനനത്തീയതി ഉറപ്പിച്ചത് എങ്ങനെ അല്ലേ? രണ്ടാം ഗ്രൂപ്പ്. മൂന്നാം ഗ്രൂപ്പ് ശരിയല്ലേ? വേഗം പറയേ. ഈശോയുടെ ജനനത്തീയതി ഡിസംബർ 25 ഉറപ്പിച്ചത് എങ്ങനെ? നിങ്ങൾക്ക് അറിയണത് ആഗ്രഹം പറയാം, പെട്ടെന്ന് പകരം. ഈശോയുടെ ജനനത്തീയതി ഉറപ്പിച്ചത് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്നാപയോഹന്നാന്റെ അടുത്തേക്ക് മാലാഖ വന്നിട്ട് സ്നാപയോഹന്നാന്റെ അപ്പൻ്റെ അടുത്തേക്ക്, സക്രിയയുടെ അടുത്തേക്ക് മാലാഖ വന്നിട്ട് പറയുന്നുണ്ട് അല്ലേ, സ്നാപയോഹന്നാൻ ജനിക്കുന്നുള്ള കാര്യം പറയുന്നില്ലേ? ആ പറയണ ദിവസം എന്താണെന്ന് പറയും, യോഗ്യംപൂർ ഉത്സവത്തിന്റെ അന്നാ എന്ന് പറഞ്ഞ് ഹമാസുകാര് ഇസ്രായേൽക്കാരനെ ആക്രമിച്ച സമയം ഒക്ടോബർ 1 അല്ലേ? അത് യേശുവിന്റെ കാലഘട്ടത്തിൽ അത് സെപ്റ്റംബർ 25 യോഗ്യംപൂർ ഒരാഴ്ച. സെപ്റ്റംബർ 25 ഒക്ടോബർ 5 ഇടയിലുള്ള ദിവസം വരിക. സെപ്റ്റംബർ 25 യോഗ്യപൂർ ഉത്സവം അന്ന് നടന്നത്. ആരാ പറഞ്ഞേ? അബിയായ ഗണത്തിലെ നറുക്കെടുപ്പിൽ സക്രിയക്ക് കിട്ടിയ ചരിത്രരേഖയാണ്. ആ ചരിത്രരേഖയിൽ അന്ന് കിടക്കുക സെപ്റ്റംബർ 25 സക്രിയ വന്ന് അർപ്പിച്ചു പോയത്. അത് ഊപാർപ്പണത്തിന് സക്രിയ അന്ന് രാത്രി വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ കുട്ടി ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ സ്നാപയോഹന ഉദരത്തിൽ 9 മാസം കടന്നു കഴിഞ്ഞാൽ സെപ്റ്റംബർ 25 ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ എന്ന് പ്രസവിച്ചിട്ടുണ്ടായിരിക്കും? ജൂൺ 24 പ്രസവിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് സ്നാപയോഹന്നാന്റെ ജനനത്തിരുന്നാൾ. ക്ലിയറായോ? ജൂൺ 24. അപ്പോൾ എലിസബത്ത് ഗർഭിണിയായിരിക്കുന്നതിന്റെ 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ എങ്ങോട്ട് വന്നു? കന്യാമരത്തിന്റെ അടുത്തേക്ക് വന്നു. എന്ന് പറഞ്ഞാൽ മാർച്ച് 25, സെപ്റ്റംബർ 25 6-ാം മാസം മാർച്ച് 25 മംഗളവാർത്ത ദിനം ആചരിച്ചു. അങ്ങനെയാണെങ്കിൽ എന്ന് പ്രസവിച്ചിട്ടുണ്ടായിരിക്കും? 9-ാം മാസം ഡിസംബർ 25 കറക്റ്റോ പ്രസവിച്ചു. ക്ലിയർ ആയ? ക്രിസ്മസ് അതിന് കിട്ടിയത് ഡേറ്റ് ക്ലിയർ ആയ? ഇങ്ങനെയാണ് സഭ ആഘോഷിക്കുന്നത് എന്റെ കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഈ ചോദ്യത്തിന് ഉത്തരം മനസ്സിലായി? ഇപ്പൊ ഡൗട്ട് ഉണ്ടോ? ഇനി സഭ ആഘോഷിക്കാൻ തുടങ്ങിയത് സഭയുടെ ചരിത്രത്തിൽ AD 120 രേഖയിൽ ഇഗ്നേഷ്യസ് പിതാവ് എന്ന് പറഞ്ഞാൽ യോഹന്നാൻ സ്ലീഹയുടെ ശിഷ്യൻ ഇഗ്നേഷ്യസ് പിതാവ് എഴുതി വെച്ച ലെറ്ററുകളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്, ഡിസംബർ 25 നമ്മൾ ക്രിസ്മസ് യേശുവിന്റെ ജനനം ആഘോഷിച്ചു വരുന്നു എന്ന് പറഞ്ഞിട്ടൊരു ആഘോഷമുണ്ട്. ഇതിനെ കണ്ടിട്ട് ശരിക്കും ചരിത്രത്തിലുണ്ടായത് ക്രിസ്ത്യാനികളെ കണ്ടുപഠിച്ചിട്ട് ക്രിസ്തുമതം റോമിൽ കൂടിക്കൊന്നപ്പോൾ ഡയോക്ലീഷ്യസ് രാജാവിന് മുമ്പത്തെ രാജാവ് എന്ത് ചെയ്തു? അർലീസ് എന്നെ പേര് ഓർമ്മ വരുന്നു. ആളെന്ത് ചെയ്യുന്നറിയാമോ? മിത്രമതം ഇന്ത്യയിൽ നിന്ന് കടന്നു വന്ന മതം. വരുണദേവന്റെ സഹോദരനാണ് ഈ മിത്രമതം.
ഈ മിത്രൻ. ആ മിത്ര മതം എങ്ങോട്ട് കൊണ്ടുവന്നു? റോമിലേക്ക് കൊണ്ടുപോയി. റോമിലേക്ക് കൊണ്ടുപോയിട്ട് മിത്ര മതം എന്നൊരു സംഭവം ക്രിസ്തു മതത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയിട്ട് ആ മിത്രദേവന്റെ ജന്മത്തിരുന്നാള് ഡിസംബർ 22 ആഘോഷിക്കാൻ തീരുമാനിച്ചു. എന്താ കാരണം? സൂര്യൻ യൂറോപ്യൻ ദേശത്ത് ഉദിക്കുന്ന സമയമാണ് ഡിസംബർ 22. എന്ത് പറയുന്നേ? അയനം എന്ന് പറയും അല്ലേ? എന്തായനാണ് പറയുന്നത്? അതായത് തെക്കേറ്റം സൂര്യൻ മുട്ടിയിട്ട് തിരിച്ചു വരുന്ന സമയം അയനത്തിന്. അപ്പൊ ഡിസംബർ 22 സൂര്യൻ ഉദിക്കുന്നത്. അവിടെയൊക്കെ യൂറോപ്പിലൊക്കെ സൂര്യോദയത്തിന്റെ ദിവസം അത്. അപ്പോൾ പഠിക്കാനുണ്ടാവും. ഡിസംബർ 22 ഏറ്റവും വലിയ രാത്രി ഉള്ള ദിവസം. അപ്പൊ ഡിസംബർ 22 സൂര്യൻ ഉദിക്കുമ്പോൾ അന്ന് അവര് മിത്രദേവന്റെ ജനനം, സൂര്യദേവനായിട്ട് ചിന്തിച്ചിട്ടാണ് സൂര്യദേവന്റെ ജനനമായിട്ട് ആഘോഷിച്ചത്. അതിനു മുമ്പ് AD 125 ചരിത്രത്തിൽ ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിച്ച രേഖകൾ സഭയിൽ ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കാത്. ഇപ്പൊ പറയാന്നിട്ട് മിത്രദേവനെ കോപ്പിടിച്ചിട്ടാണ് ക്രിസ്മസ് ഉണ്ടാക്കിയത്. അല്ല കേട്ടാ, നമ്മളെ കോപ്പിടിച്ചിട്ടാണ് മിത്രദേവൻ ഉണ്ടാക്കിയത്. ചരിത്രം നോക്കിക്കേ. ആരായി മിത്രം അല്ലേ? അങ്ങനെ ആളുണ്ട്. സംശയം ചോദിച്ചാൽ മനസ്സിലായിട്ടുണ്ട്. അടുത്ത ചോദ്യം, 4ാം ഗ്രൂപ്പ്. ക്ലൂ മാത്രമേ ഉണ്ടാവുള്ളൂ. ആദം ഹവ്വ നെക്സ്റ്റ് ജനറേഷൻ. എന്താണ് ഉദ്ദേശിച്ചത്? പറഞ്ഞോളൂ, പെട്ടെന്ന് പറയും. നേരങ്ങളല്ലേ, സമയം കളഞ്ഞു. 5 മിനിറ്റുള്ള. പറയും, ചോദിച്ചോ. കുറെ മക്കളുണ്ട്. അല്ലാണ്ട് പിന്നെ എന്താ ചെയ്യാ? കഴിഞ്ഞില്ലേ? എന്ത് തെറ്റ്? ഫസ്റ്റ് ജനറേഷൻ അല്ലേ? ഇപ്പൊ കുറെ ജനറേഷൻ ആയില്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെ മതി. അതായത് ഇതൊരു സിംബോളിക് ക്വസ്റ്റ്യൻ ആണ്. ബൈബിളിന് ഉത്തരം മുട്ടിക്കാനുള്ള ചോദ്യമാണ്. അതിനും അവനിക്കും ആകെ 2 മക്കളുള്ളൂ. കായന അബേല എന്നാണ് തെറ്റിദ്ധാരണ. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് അവർക്ക് അനേകം മക്കളുണ്ട് എന്നുള്ള കാര്യം. ബൈബിളിൽ തന്നെ പിന്നെ പറയുന്നുണ്ട്. വായിച്ചു നോക്കിണ്ട. മൂന്നാമത്തെ മോന്റെ പേരെന്താ? മൂന്നാമത്തെ മോന്റെ പേരെന്താ? സേത്ത്. മൂന്നാമത്തെ മോന്റെ പേരെന്താ? ആ വംശാവലിയിലാണ് യേശു ജനിക്കുന്നത്. അതിനും അവയ്ക്കും പിന്നെയും ധാരാളം മക്കളുണ്ടായിരുന്നു. ക്ലിയർ ആയോ? അപ്പൊ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ കൊനിഷ്ഠ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരമുണ്ട്. ബൈബിൾ എഴുതിയാൾക്ക് കുറച്ച് വിവരമുണ്ടല്ലോ. കുറെ മക്കളുണ്ട്. ഇനി നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ഈ ജെനറ്റിക് എന്താ സഹോദരങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ച പ്രശ്നം? ചേട്ടൻ അനിയത്തി തമ്മിൽ കല്യാണം കഴിച്ച എന്താ പ്രശ്നം? എന്ത് പറ്റൂ? എന്ത് പ്രശ്നം എന്ന് പറയും? മ്യൂട്ടേഷൻ സംഭവിക്കും. ഒരേ ജീനുകളാണ്, മ്യൂട്ടേഷൻ സംഭവിക്കും. അപ്പൊ ഉണ്ടാവുന്ന കുട്ടി ഒന്നെങ്കിൽ നല്ല ബുദ്ധിമാനായിരിക്കും, അല്ലെങ്കിൽ മന്ദബുദ്ധിയോ അല്ലെങ്കിൽ ആയിരിക്കും. ജെനറ്റിക് മ്യൂട്ടേഷൻ സംഭവിക്കും. ഇതാണ് പ്രശ്നം. പക്ഷെ ഫസ്റ്റ് പെയർ ഉണ്ടല്ലോ, അതിന് കുഴപ്പമുണ്ടാവില്ല. അത് കലർന്ന് വരുമ്പോഴാണ് മ്യൂട്ടേഷൻ സംഭവിക്കുന്നത്. ഫസ്റ്റത്തിന് എല്ലാ ജീനും ഉള്ള മക്കളായിരിക്കും. ഇതിന്റെ സയന്റിഫിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, സഭയുടെ പ്രബോധനം അനുസരിച്ചിട്ട് ഇതെല്ലാം പ്രതീകാത്മകങ്ങളാണ്. 12ാമത്തെ അധ്യായം വരെ സഭ കാണുന്നത് ഇതിനെ തിയോളജിക്കലി ഉള്ള പുസ്തകമാണ്, അല്ലാണ്ട് ഒരു സയന്റിഫിക്കലി കാണേണ്ട പുസ്തകമല്ല. എന്താണ് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി? മറുപടി പറയേ. ആദിയിലെ പോലെ. അപ്പൊ ആദിയിൽ എന്തായിരുന്നു? അതുപോലെ ഇപ്പൊ ഉണ്ടാവണം എന്ന് പ്രാർത്ഥിച്ചത് അല്ലേ? ആദിയിൽ എന്തായിരുന്നു? ആദിയിൽ നാം ദൈവത്തിന്റെ മക്കളായിരുന്നു, അമർത്യരായിരുന്നു, മരണമില്ലാത്തവരായിരുന്നു, പരിശുദ്ധരായിരുന്നു. അതുപോലെ ആവാനാണ് ഇപ്പൊ പ്രാർത്ഥിച്ചത്. ക്ലിയർ ആയോ? ഈ ആദിയിൽ എന്താണെന്നുള്ളത് ബൈബിൾ വായിക്കണമെങ്കിൽ 12 ഉൽപ്പത്തി 12 വായിച്ച ബൈബിളിന്റെ ഉത്തരം കഴിഞ്ഞു എന്ന് പറയണേ. അതാണ് എൻ്റെ. അതിനെ മനസ്സിലാക്കുക. അല്ലാതെ അത് നമുക്ക് എത്ര കുട്ടികളുണ്ട്, ആരെ ചത്ത, ആരെ ജനിച്ച്, ഇതൊന്നല്ല നമ്മളതിൽ നോക്കേണ്ടത്. ഇത് ദൈവമാണ് എഴുതുന്നത്. അപ്പൊ ദൈവത്തിന്റെ സെൻസിൽ ചിന്തിക്കുക. മനസ്സിലാവണ്ട? അല്ലാണ്ട് അത് നേഴ്സറി കുട്ടിക്കും വായിക്കാൻ കുറെ കിട്ടും, ബുദ്ധിജീവിക്കും വായിക്കാൻ കുറെ കിട്ടും. ബുദ്ധിജീവി പോലെ വായിച്ചു കഴിഞ്ഞാൽ കുറെ കാര്യം പഠിക്കാനുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് നേഴ്സറി കുട്ടിയുടെ പോലെ ഉത്തരം കിട്ടും. പ്രൈസ് ലോർഡ്. ഞാൻ അടുത്ത ചോദ്യം, 1ാമത്തെ ഗ്രൂപ്പിന്റെ ചോദ്യം. ദൈവം ശരിക്കും ആരാണ്? 2 സ്വഭാവം. എന്താണ് ഈ 2 സ്വഭാവം? പഴയ നിയമത്തിലെ ദൈവം ദുഷ്ടൻ, ക്രൂരൻ. പുതിയ നിയമത്തിലെ ദൈവം ഭയങ്കര കാര്യമാണ്, ഭയങ്കര സ്നേഹം. ശരിക്കും എന്താ പരിപാടി?
അല്ലേ? അതല്ലേ ചോദ്യം? നിങ്ങൾ മനസ്സിലാക്കിക്കോളോ. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ സ്വഭാവത്തില് എന്തെങ്കിലും വൈകല്യം കാണുന്നുണ്ടെങ്കിൽ ഉടനെ പുതിയ നിയമത്തിൽ അങ്ങനെ ഇങ്ങനെയാണോ യേശു എന്ന് നോക്കുക. അല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തെറ്റി, ഇത് ശരി. ക്ലിയർ ആയോ? അതായത് പുതിയ നിയമത്തിന്റെ വെളിച്ചത്തിൽ വേണം പഴയ നിയമത്തെ വ്യാഖ്യാനിക്കാൻ. കാരണം പഴയ നിയമം അപൂർണമാണ്, പുതിയ നിയമത്തിലാണ് പൂർണ്ണതയുള്ളത്. അപ്പോൾ ദൈവത്തെ പ്രവാചകന്മാരെന്തു മനസ്സിലാക്കിയോ അതാണ് പഴയ നിയമത്തിൽ എഴുതി വെച്ചത്. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം പറയാണ്, പൂർവ്വ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിലൂടെയും പ്രവാചകന്മാരും സംസാരിച്ചു, എന്നാൽ ഇപ്പോൾ ദൈവം നേരിട്ട് വന്ന് സംസാരിച്ചു. ആ നേരിട്ട് വന്ന ആളാരാണ്? യേശു ക്രിസ്തു. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പഴയ നിയമത്തിൽ പ്രവാചകന്മാർ എഴുതുമ്പോൾ അവർ കാണുന്ന ദൈവത്തിന് അവർ പകർന്നതാണെങ്കിൽ, പുതിയ നിയമത്തിൽ ദൈവം നേരിട്ട് വന്നിട്ടാണ് പറഞ്ഞത് എല്ലാ കാര്യം. ഇന്നതാണോ മക്കളെ നിയമം. ക്ലിയർ ആയോ? അപ്പൊ പഴയ നിയമത്തിൽ എന്തുകൊണ്ട് അപൂർണത ഉണ്ടായി? ദൈവം ഇങ്ങനെ പറഞ്ഞു കൊടുത്ത, തെറ്റി പറഞ്ഞു കൊടുത്ത് ശരിയാണോ ദൈവം ചെയ്തത്? ദൈവം തെറ്റി പറഞ്ഞു കൊടുത്തല്ല. ഉദാഹരണം, രാത്രി നിങ്ങൾക്ക് വെളിച്ചം തരുന്നത് ആരാണ്? ചന്ദ്രൻ, അല്ലേ? ചന്ദ്രന് ഈ പ്രകാശം കിട്ടുന്നത് എവിടുന്ന? സൂര്യൻ. സൂര്യൻ പ്രകാശം വല്ലതും കൊടുക്കാത്ത കുറവുണ്ടോ ചന്ദ്രന്? ഫുള്ള് പ്രകാശം സൂര്യൻ ചന്ദ്രന് കൊടുത്തില്ലേ? അപ്പൊ സൂര്യൻ ഇത്രയധികം പ്രകാശം കൊടുത്തിട്ടും എന്തുകൊണ്ട് ചന്ദ്രൻ അത്ര പ്രകാശം നമുക്ക് തന്നില്ല? ചന്ദ്രനെ കൊണ്ട് പറ്റുന്നതല്ലേ ചന്ദ്രൻ തരുള്ളൂ, അല്ലേ? ചന്ദ്രൻ തരാത്ത കുറവുണ്ട്. പൂർണ്ണമായി ചന്ദ്രൻ സൂര്യപ്രകാശത്തെ പ്രതിബിംബിപ്പിച്ചു, ശരിയല്ലേ? പക്ഷെ അത്രേ പറ്റുള്ളൂ. സൂര്യൻ പൂർണ്ണമായി തന്റെ പ്രകാശം ആർക്ക് കൊടുത്തു? ചന്ദ്രനും കൊടുത്തു. എവിടെയെങ്കിലും കുഴപ്പമുണ്ടാ? ആർക്കും കുഴപ്പമില്ല. പക്ഷെ അത്രേ കിട്ടുള്ളൂ. സൂര്യൻ നേരിട്ട് വന്നപ്പോ പകരം ഇതാണ് ശരിക്കും വെളിച്ചം. അതാണ് പുതിയ നിയമം. മനസ്സിലാവണ്ട? യേശു നേരിട്ട് വന്നു. യേശു സ്വയം യാഹുവയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ബൈബിളില്? ഉണ്ട്. യോഹന്നാൻ 8:24, ഞാൻ യാഹുവയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. യേശു പച്ചയ്ക്ക് അവരോട് പറഞ്ഞു, ഞാനാണ് ദൈവം, ഞാൻ ദൈവമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ല, നിങ്ങൾ മരിക്കും. ഞാൻ തന്നെ യാഹുവേ, ഞാൻ തന്നെ യാഹുവേ. ഒന്നാം പ്രമാണം എന്താ? നിന്റെ ദൈവമായ കർത്താവ്. ഏത് ഞാനാ? ഞാനല്ല, യാഹുവേ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന് പറഞ്ഞ യാഹുവേ. ഞാനല്ലാതെ, ഞാൻ ദൈവത്തിന്റെ പേരാണ് ഈ ഞാൻ, യാഹ്. മനസ്സിലാവുന്നുണ്ടോ? അതാണ് യേശു പറഞ്ഞത് സ്വയം. സത്യസത്യമായി യാഹു പറയുന്നു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. യേശു സ്വയം പറയാണ് ദൈവമാണെന്ന് പറഞ്ഞിട്ട്. ബൈബിളിൽ പഴയ നിയമത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഏതെങ്കിലും പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ? പകരം എന്താ പറയാ? കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പൊ യേശു കർത്താവ് അരുളി ചെയ്തു എന്ന് പറഞ്ഞില്ല. എന്താ കാരണം? ആ കർത്താവ് തന്നെയാണ് ഈ ആള്. അപ്പൊ ഞാൻ പറയുന്നു, കേട്ടോ? മനസ്സിലായോ പറഞ്ഞത്? ഹല്ലേലൂയ. അപ്പൊ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ ഇതെന്തിങ്ങനെ കൊല്ലാൻ പറഞ്ഞേക്കണേ, ഇതെന്തിങ്ങനെ ചെയ്യാൻ പറഞ്ഞേക്കണേ എന്ന് തോന്നുമ്പോൾ സംശയം ഉണ്ടെങ്കിൽ എന്ത് കാണണം? പുതിയ നിയമത്തില് യേശു എന്താ ഉത്തരം പറഞ്ഞിരിക്കുന്നത്? കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. പഴയ നിയമത്തിൽ കാണാം. അതുകൊണ്ട് അടിക്കണ്ട, കാരണം യേശു അവിടെ തിരുത്തിയിട്ടുണ്ട്. കണ്ണിന് പകരം കണ്ണല്ല, പല്ലിന് പകരം പല്ലല്ല. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അന്യന്റെ ഭർത്താവിനെ മോഹിക്കാം. പഴയ നിയമത്തിൽ കാണാം. ആണോ? ഭർത്താവിനെ മോഹിക്കാൻ പറ്റുമോ? പഴയ നിയമത്തിൽ പറ്റും. ആഹാ, അന്യന്റെ ഭർത്താവിനെ മോഹിക്കാം പഴയ നിയമത്തിൽ. കാരണം എന്താ? ബഹുഭാര്യത്തുണ്ട്. അപ്പൊ ഒരു കന്യകയായ ഒരു പെണ്ണ് വേറൊരു ഭാര്യയുള്ള ഭർത്താവിനെ മോഹിക്കാം. അവൻ വേറെ കല്യാണം കഴിക്കും. മനസ്സിലായോ പറഞ്ഞത്? ഭാര്യയുള്ള ഭർത്താവിനെ വേറൊരു പെൺകുട്ടിക്ക് കല്യാണം കഴിക്കാന്ന്. അപ്പൊ അന്യന്റെ ഭർത്താവിനെ മോഹിക്കാം. അത് കാരണം കൽപ്പനയിൽ എന്തില്ല? അന്യന്റെ ഭർത്താവിനെ മോഹിക്കരുതെന്ന് കൽപ്പനയില്ല. പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞെന്ത്? ഒരു പുരുഷന് ഒരു സ്ത്രീ മതി, ഇരുവരും ഒറ്റ ശരീരമായിരിക്കും. അപ്പൊ പൂർണ്ണത എവിടെയാണ്? പുതിയ നിയമത്തിൽ. അതുകൊണ്ടാണ് നിങ്ങൾ കല്യാണം കഴിപ്പിക്കുമ്പോൾ സുവിശേഷം സാക്ഷിയാക്കി, ബൈബിൾ തൊട്ട് സത്യം ചെയ്യിക്കില്ല, സുവിശേഷം സാക്ഷിയാക്കി സത്യം ചെയ്യും. ബൈബിൾ തൊട്ട് എന്താ പ്രശ്നം എന്നറിയോ? കുറെ പെണ്ണുണ്ടാവാം, ഡൈവോഴ്സ് നടത്താം. മോശയുടെ നിയമത്തിൽ അതൊക്കെ ഉണ്ട്. അത് കാരണം ബൈബിളല്ല, സുവിശേഷം സാക്ഷിയാക്കി സത്യം ചെയ്ത്. അപ്പൊ പ്രശ്നമായി. ഒരു വഴി പറ്റുള്ളൂട്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മറുപടി ഇല്ലല്ലോ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഉത്തരം കിട്ടിയ? ഇനിയുള്ള സംശയങ്ങൾക്ക് ഉത്തരം ജൈനീസ് മീഡിയയിലൂടെ പറയുന്നതായിരിക്കും. പോരെ? കുറെ സംശയം ഇനിയുണ്ടല്ലേ, കിടക്കുന്നുണ്ടല്ലേ?
രക്ഷയില്ല, പറയാൻ നേരമില്ല. സമയം കഴിഞ്ഞിരിക്കുകയാണ്, എനിക്ക് അനുവദിച്ച് സമയം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള അത് ഞാൻ പറഞ്ഞു, ആദ്യത്തെ 3 മാർക്ക് ചെയ്തോളം പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ? കുറേ സംശയം മാറിയോ? ഇതുപോലെ എല്ലാ സംശയത്തിനും സഭയിൽ ഉത്തരമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ സംശയത്തിനും അച്ഛന്മാർക്ക് അറിയില്ല എന്നുള്ളൂ, നിങ്ങൾ ചോദിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല എന്നുള്ളൂ. ശരിക്കും എല്ലാറ്റിനും ഉത്തരമുണ്ട്. ക്ലിയർ ആയോ? എല്ലാറ്റിനും കറക്റ്റ് ഉത്തരമുണ്ട്. അതാണ് സഭയുടെ ശക്തി. ഏത് ദൈവത്തെക്കുറിച്ചോ അത് സഭാപിതാക്കന്മാർ വിശ്വാസപ്രമാണമൊക്കെ എഴുതുമ്പോഴേ ഇത് പഠിച്ചിട്ട് എഴുതിയേക്കണേന്നേ. നിങ്ങളത് ചോദിക്കണമെന്നല്ല, അതിന് അപ്പുറത്തേക്ക് അവർ ചോദിച്ചിട്ടുണ്ട്. നിസാര ചോദ്യം എന്നല്ല അവർ ചോദിച്ചിട്ടുള്ളത്. യേശുവിന് ആത്മാവ് ഏതാത്മാവാണ്, യേശുവിൻ്റെ ശരീരത്തിൽ ഇങ്ങനെയുണ്ട്, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സഭയിൽ ഫുൾ എഴുതി വെച്ചിട്ടുണ്ട്. സഭയുടെ കത്തോലിക്ക സഭയിൽ ഫുൾ ഉണ്ട് അറിവ്. നമ്മളത് കണ്ടെത്തി പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ലത്. പ്രൈസ് ലോർഡ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ എഴുതിയ പുസ്തകമാണ് ഇരിക്കുന്നത്, പ്രകാശനം ചെയ്തത്. ആ പുസ്തകത്തിൻ്റെ വില 30 രൂപയാണ്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവണം, വെറുതെ കപ്പലിൽ പോയിരുത് കൊണ്ടുപോയിട്ട് കുറേ ക്ലാസ് കേട്ടതല്ലേ, കുറേ നിങ്ങൾ ചോദിച്ച കുറേ ചോദ്യോത്തരം അതിലുണ്ട്. പ്രൈസ് ലോർഡ്.